കപ്പൽ അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ അഴീക്കലിൽ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. അഴീക്കൽ തീരത്തോട് ചേർന്ന് ചരക്ക് കപ്പൽ കത്തിയമർന്നപ്പോൾ നോക്കി നിൽക്കാനേ അഴീക്കൽ പോർട്ടിന് കഴിഞ്ഞിരുന്നുള്ളൂ. ഈ സാഹചര്യം അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കെ വി സുമേഷ് MLA കണ്ണൂർ വിഷനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അഴീക്കോട് തീരത്ത് നിന്ന് 44 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് ചരക്ക് കപ്പലിന് തീപിടിച്ചപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അഴീക്കോട് തുറമുഖം അധികൃതർ. ആഴക്കടലിൽ ചെന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ ഒരു സംവിധാനവും ഇവിടെ ഉണ്ടായിരുന്നില്ല. കോസ്റ്റൽ പോലീസിന്റെ അധികാര പരിധിക്ക് പുറത്താണ് തീപിടുത്തമുണ്ടായതും. ബേപ്പൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നുമൊക്കെ കോസ്റ്റ് ഗാർഡുകൾ എത്തിവേണം ഈ ഭാഗങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്താൻ. അഴീക്കോട് കോസ്റ്റൽ ഗാർഡ് സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമാണ്. ഇക്കാര്യം മുഖ്യമന്ത്രിയുടെയും തുറമുഖ വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കെ വി സുമേഷ് MLA വ്യക്തമാക്കി. അങ്ങനെ ഒരു ആവശ്യം പലരും MLA എന്ന നിലയിൽ ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മാരിടൈം ബോർഡിൻ്റെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ അപ്പം അതിൻ്റെ ഒരു സാധ്യതയെ സംബന്ധിച്ച് ആലോചിക്കാൻ പ്രത്യേകമായി മുഖ്യമന്ത്രിയും മാരിടൈം ബോർഡ് ചെയർമാനെയും തുറമുഖ വകുപ്പിൻ്റെ മിനിസ്റ്റർ ശ്രീ വാസവ മിനിസ്റ്ററുടെയും ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്തി ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അഴീക്കൽ നമ്മുടെ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്ന 64 നടത്തിയൊരു സ്റ്റഡിയിൽ കേരളത്തിൽ വിഴിഞ്ഞും അഴീക്കലുമാണ് ഇന്ത്യയിൽ ഈ വലിയ പോർട്ടിൻ്റെ സാധ്യതയുള്ള പ്രദേശമായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ അതിലിപ്പോൾ നമുക്കുള്ളൊരു പോസിറ്റീവായൊരു തല എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രോജക്റ്റ് അംഗീകരിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം കഴിഞ്ഞാൽ കേരളത്തിലൊരു വലിയ 5460 കോടിയുടെ ഒരു പദ്ധതി ഗവൺമെൻറ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സെൻട്രൽ ഗവൺമെൻറ്റിന് ആ പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട്. നമുക്കൊരു അടുത്ത ഒരു പോർട്ട് മലബാർ ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ പോർട്ട് വരാൻ പോകുന്നത് അഴീക്കലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ചാൽ കോസ്റ്റൽ ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനും അതിൻ്റെ സംവിധാനങ്ങളും ഒരു വലിയ തലത്തിലേക്ക് മാറേണ്ടി വരും. അപ്പോൾ വലിയ സാധ്യത ആ ആവശ്യത്തിനുണ്ട്. വിഴിഞ്ഞം തുറമുഖം സജീവമായതോടെ ചരക്ക് കപ്പലുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ കാസർഗോഡിനും പൊന്നാനിക്കുമിടയിൽ തീരസംരക്ഷണത്തിന്റെയും രക്ഷാപ്രവർത്തനത്തിന്റെയും ചുമതല ബേപ്പൂർ കോസ്റ്റ് ഗാർഡിനാണ്. ബേപ്പൂർ തുറമുഖത്തിന്റെ കപ്പൽ ചാലിന് ആഴക്കുറവുമുണ്ട്. ബേപ്പൂരിനേക്കാൾ മികച്ച രീതിയിൽ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ അഴീക്കോട് ഒരുക്കാനും കഴിയും. ഈ സാധ്യതകളെല്ലാം തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കെ വി സുമേഷ് MLA വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.